നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള വിഷൻ ന്യൂസ് ഇമ്പാക്ട്. കോഴിക്കോട് കൊടയത്തൂർ പഞ്ചായത്തിലെ ക്വാറികളിലെ കുന്നിടിക്കലിൽ നടപടി. അപകടകരമായ മൺകൂനകൾ നീക്കം ചെയ്യും. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി. അടിയന്തര യോഗം അല്പസമയത്തിനകം. 100ഓളം കുടുംബങ്ങളുടെ അപകടാവസ്ഥ പുറത്തുവിട്ടത് കേരള വിഷൻ ന്യൂസ്. പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിലാക്കിയതിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി. എറണാകുളത്തും കോഴിക്കോട്ടും ട്രെയിൻ തടഞ്ഞ യൂത്ത് കോൺഗ്രസ്. ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് LDF മാർച്ച്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകുന്നേരത്തിനകം വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം. വിവരങ്ങൾ വെള്ളിയാഴ്ചയ്ക്കകം കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി. മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരെ KSIDC നൽകിയ ഹർജി ഹൈക്കോടതിയിൽ. കക്ഷി ചേരാൻ ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും കോടതി പരിഗണിക്കും. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകില്ല. നോട്ടീസ് നിയമവിരുദ്ധമായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും തോമസ് ഐസക്. എറണാകുളം കോതമംഗലത്ത് മ്ലാവ് ഓട്ടോറിക്ഷയിലിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 3 യാത്രക്കാർക്കും പരിക്ക്. ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റിൽ റേഷൻ കട തകർത്ത് ചക്കക്കൊമ്പൻ. ഇടുക്കിയിൽ സർവകക്ഷി യോഗം ഇന്ന്. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭത്തിന് തുടക്കം. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ 30 നാൾ. റംസാനെ വരവേൽക്കാൻ ഒരുങ്ങി പള്ളികളും വിശ്വാസികളും. കേരള വിഷൻ ന്യൂസ് ഇമ്പാക്ട്. കോഴിക്കോട്